ഓരോരുത്തരുടെ മതത്തിൽ വിശ്വസിക്കാനും അത് പ്രഘോഷിക്കാനും അത് പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യം തരുന്ന ഒരു ഭരണഘടനയുള്ള ഈ രാജ്യത്ത് ബൈബിള് വിതരണം ചെയ്തതോ അല്ലെങ്കിൽ പ്രാർത്ഥന നയിച്ചതോ എങ്ങനെയാണ് കുറ്റകൃത്യമാകുന്നത്? എൻ്റെ കയ്യിൽ ഭഗവത്ഗീതയുണ്ട്, ഖുറാനുണ്ട്. നമ്മൾ കയ്യിൽ ഒരു പുസ്തകം വെച്ചു എന്നുള്ളത് കൊണ്ട് ആ മതത്തിൽ വിശ്വസിച്ചു എന്നാണോ അർത്ഥമാക്കുന്നത്? ഒരിക്കലുമല്ല. അതുകൊണ്ടാണ് ആരെങ്കിലും നിർബന്ധിച്ച് നമുക്ക് ഒരിക്കലും ഒരു മതത്തിൽ വിശ്വസിപ്പിക്കാൻ സാധിക്കില്ല. അത് വലിയ മണ്ടത്തരമാണ് അവർ പറയുന്നത്. അതേസമയം വ്യക്തിപരമായ ഒരു ബന്ധമാണ് വിശ്വാസം, ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായൊരു ബന്ധം. ഒരു ദൈവാനുഭവത്തിലൂടെ ഒരു വ്യക്തി തൻ്റെ ദൈവത്തെ തിരിച്ചറിഞ്ഞ് വിശ്വസിക്കുകയാണ്. ആ വിശ്വാസം എത്ര പീഡിപ്പിച്ചാലും പോകത്തില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വലിയ ബോധ്യത്തിൽ ആഴപ്പെടാനുള്ള ഒരു അവസരമാണ് ഈ പുതുവത്സരം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതുവത്സരം നമ്മളെ കുറച്ചുകൂടെ ധൈര്യമുള്ളവരാക്കി മാറ്റണം. വിശ്വാസം പ്രഘോഷിക്കാൻ ധൈര്യമുള്ളവരായിട്ട് മാറുക, ഭയപ്പെടാതെ. അവിടെ ഇവിടെയൊക്കെ ആരെങ്കിലുമൊക്കെ നമ്മളെ ഭയപ്പെടുത്തുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സുവിശേഷ ശുശ്രൂഷയിൽ നിന്ന് ഓടി ഒളിക്കാതെ ധൈര്യപൂർവ്വം സുവിശേഷം പറയാൻ തയ്യാറാകുന്ന ഒരു സമൂഹമായിട്ട് മാറുക എന്നുള്ളതാണ് ഈ പുതുവർഷത്തിൽ ഏറ്റവും കരണീയമായതെന്ന് ഞാൻ വിചാരിക്കും. ചിലപ്പോൾ നാളെ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ കൂടി വരാം. കേരളത്തിലും അതുപോലെ ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരും. ഇപ്പം തന്നെ നിയമപരമായിട്ടുള്ള പീഡനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പലതരത്തിൽ നമ്മുടെ ന്യായമായ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ഭരണകൂടങ്ങൾ പലയിടങ്ങളിലുമുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ ഭയപ്പെട്ടു പോകാതെ ധീരമായിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. കാരണം നമ്മളോട് സുവിശേഷത്തിൽ കർത്താവ് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ പീഡിപ്പിക്കും, സുവിശേഷം പറയുന്നവൻ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. അതുപോലെ നിങ്ങൾക്കെതിരെ കള്ളസാക്ഷി പറയും, നിങ്ങളെ ന്യായാധിപന്മാരുടെ മുമ്പിൽ നിർത്തും, നിങ്ങളെ പീഡിപ്പിക്കും. ഇതെല്ലാം സുവിശേഷത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ധീരതയോടെ ഈ അവസ്ഥകളിലൂടെ കടന്നു പോവുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഛത്തീസ്ഗഡിൽ 2 സിസ്റ്റേഴ്സിനെ അകാരണമായിട്ട് യാതൊരു കാരണവുമില്ലാതെ അവർ 2 ക്രൈസ്തവരായ സഹോദരങ്ങളെ അവരുടെ ആശുപത്രിയിൽ ജോലിക്കെടുത്തു എന്ന് പറഞ്ഞ് അത് മതപരിവർത്തനമാണെന്ന് ആക്രോശിച്ച് അവരെ ജയിലിലൊക്കെ പിടിച്ചിടുകയുണ്ടായി പല ദിവസങ്ങളിൽ. പക്ഷേ അവിടെ വലിയ ഒരു ക്രിസ്മസ് റാലി നടന്നതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. അതാണ് അതിൻ്റെ മറുപടി. ധീരതയോടെ ജീവിക്കുക. നമ്മളാരും എന്തേലും ഭയപ്പെട്ട് മാളങ്ങളിൽ ഒളിക്കുന്നവരല്ല എന്നുള്ള ഒരു വലിയ സന്ദേശം ലോകത്തിന് കൊടുത്താൽ തന്നെ വലിയ വ്യത്യാസമുണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഓർക്കും, വളരെയേറെ വിശ്വാസമുണ്ടായിരുന്ന സഭ വളരെ ശക്തമായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ അന്ന് ചലച്ചിത്രങ്ങൾ വരെ ധാരാളമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് വിശ്വാസത്തിനെതിരെ, വിശ്വാസത്തെ അപകീർത്തിക്കൊണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സോഷ്യൽ മീഡിയ വന്നതോടുകൂടി എല്ലാവരും ആർക്ക് വേണമെങ്കിലും സ്വാതന്ത്ര്യത്തോടു കൂടി അതിനകത്ത് തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അവകാശമുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കാണും. കാരണം ഓരോരുത്തർക്കും വീട്ടിലിരുന്നു കൊണ്ട് തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കും. അപ്പോൾ കൂടുതലായിട്ട് വിശ്വാസത്തിനെതിരെയും സഭയ്ക്കെതിരെയും ഒക്കെയുള്ള പ്രചരണങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്. നമ്മളതിനെ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം നമുക്ക് ഇതേ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് സുവിശേഷം പ്രചരിപ്പിക്കാനും സാധിക്കും. അനേകരിലേക്ക് ആശ്വാസമായി കർത്താവിൻ്റെ വചനം എത്തിക്കാൻ സാധിക്കുന്ന ഏറ്റവും ശക്തമായ മാധ്യമമാണ് സാമൂഹ്യ മാധ്യമങ്ങൾ. അത് ശരിയായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മളെ അപകീർത്തിപ്പെടുത്തുമ്പോൾ ഭയപ്പെട്ട് മാറി നിൽക്കാതെ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ സുവിശേഷം പറയാൻ സാധിക്കും. അതിന് നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ഇടയിൽ തന്നെ ധാരാളം കഴിവുള്ള മനുഷ്യരുണ്ട്. വചനം നന്നായിട്ട് പറയാൻ സാധിക്കുന്നവർ, പ്രഘോഷിക്കാൻ കലകളിലൂടെ അത് പ്രകാശിപ്പിക്കാൻ സാധിക്കുന്നവർ. അങ്ങനെയുള്ളവർ മുന്നോട്ട് വരികയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് തന്നെ സുവിശേഷം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ല ഒരു പ്രതികരണം എന്ന് പറയുന്നത്.